Welcome 4th standard children. We'll continue with the exercise of the lesson Dear Dilip. In the last video I've explained up to page 13. To page 13 I've explained to you all. Now today we'll come to page 14. We'll come to page 14. Now unscramble the words in grey in the paragraph and write them on the blanks. Now they have written with spelling mistake. You have to correct it and write it. We live on the most beautiful planet called, and if you unscramble, what will you get? Earth. Planet called Earth. Our greatest gift is nature. But we are suffocating this planet with pollution. Many unique species of plants and animals are becoming extinct. I explained to you all what is extinct. If we don't take strict preventive measures, now we will not have such a beautiful place to live in the future. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ വൃത്തിയാക്കണം, എന്നാലേ ഫ്യൂച്ചർ ജനറേഷന് ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതാ പറയുന്നത് ഇവിടെ. Now next we'll come to grammar, children. Grammar. Now in this lesson what grammar you are going to learn? Adverbs. Now not last or previous lesson something I have explained to you all about adjective. Adjective എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്. Noun. The black dog. Dog noun ആണ്. എങ്ങനത്തെ ഡോഗ്? കറുത്ത ഡോഗ്, ബ്ലാക്ക് ഡോഗ്. അല്ലെങ്കിൽ ഡെസ്ക്. ഇപ്പോൾ ഡെസ്ക് noun ആണ്. ലോങ് ഡെസ്ക്. അപ്പോൾ ലോങ് ആണ് അവിടെ ഡെസ്കിനെ പറ്റി പറയുന്ന വേർഡ് അല്ലേ? അതാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ പറ്റി പറയുന്ന വേർഡ്. ഇനി ആഡ്വേർബ് എന്താണ്? ആഡ്വേർബ് എന്ന് പറയുന്ന വേർബിനെ പറ്റി പറയുന്ന വേർഡ്. യു ആർ സ്റ്റഡീഡ് അബൌട്ട് വേർബ്സ്. ആക്ഷൻ വേർഡ്. എല്ലാ ആക്ഷൻസും വേർബാണ് അല്ലേ? ആ വേർബിനെ പറ്റി പറയുന്ന വേർഡാണ് ആഡ്വേർബ്. അപ്പോൾ എല്ലാ ആഡ്വേർബും ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിരിക്കും. വെൻ, then where and how. കണ്ടോ? ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ആഡ്വേർബ്. അതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. വി ഓൾ നീഡ് ടു ഹെൽപ്പ് സേവ് ദ turtles now. എപ്പം? when we all need to save the turtles now. അപ്പം now ആണ് അവിടെ ആഡ്വേർബ്. കണ്ടോ? അപ്പോൾ അത് വെന്നിൻ്റെ ഉത്തരമാണ് now. പിന്നെ ലിസൺ, they are coming here. അവരെങ്ങോട്ടൊക്കെയാണ് വരുന്നത്? where they are coming here. അപ്പോൾ here ആണ് അവിടെ ആഡ്വേർബ്. പിന്നെ think about it carefully. എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? carefully. how you should think? carefully. കണ്ടോ? അപ്പോൾ ഹൗവിനാണ് ഉത്തരം വന്നത്, carefully. അപ്പോൾ carefully ആണ് അവിടെ ആഡ്വേർബ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ now, here, carefully. കേട്ടോ? 3 adverbs are you come. Now words such as today I have to go there. When you have to go? Today. Yesterday. Soon. Come soon. Then now. Late. അതൊക്കെ വെന്നിൻ്റെ ഉത്തരങ്ങളാണ് കേട്ടോ. ടുഡേ, യെസ്റ്റർഡേ, സൂൺ, നൗ, ലേറ്റ്. അതൊക്കെ വെന്നിൻ്റെ ഉത്തരം. ഇനി വേറിൻ്റെ ഉത്തരം എന്താണ്? ഹിയർ, ദർ, നിയർ. എവിടെ? ഹിയർ, ദർ, നിയർ. അതൊക്കെ പിന്നെ വേറിൻ്റെ ഉത്തരമാണ് കേട്ടോ. അതൊക്കെ ആഡ്വേർബാണ്. പിന്നെ എങ്ങനെ? ഹൗ ഡിഡ് യു റൈറ്റ്? നീറ്റ്ലി. ഹൗ ഡിഡ് യു കം? ഇമീഡിയറ്റ്ലി. കണ്ടോ? അതൊക്കെയാണ് ഹൗവിൻ്റെ ഉത്തരം. വാംലി, ഹെസിറ്റൻ്റ്ലി, ക്വിക്ക്ലി, സഡൻലി, ഇമീഡിയറ്റ്ലി, സ്ലോലി, അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ ഹൗവിൻ്റെ ആൻസേഴ്സാണ്. അതൊക്കെ ആഡ്വേർബാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാക്കിയാൽ മതി, ഈ വെൻ, വേർ, ഹൗവിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ ആഡ്വേർബാണ്. അപ്പോൾ ആഡ്വേർബ് എന്ന് പറയുന്നത് വേർബിനെ പറ്റി പറയുന്ന വേർഡാണ്. വേർബ് എങ്ങനെ? റോഡ്, റൈറ്റ് ആഡ്വേർബ്, ആക്ഷൻ വേർഡ്. ഹൗ ഡിഡ് യു റൈറ്റ്? നീറ്റ്ലി. കണ്ടോ? ഹൗ. അപ്പോൾ അവിടെ ഹൗവിൻ്റെ ചോദ്യം നീറ്റ്ലി. ഹൗ ഡിഡ് യു ഡ്രൈവ് ദ കാർ? സ്പീഡ്ലി. കേട്ടോ? അപ്പോൾ സ്പീഡ്ലി ആണ് ആഡ്വേർബ്. അപ്പോൾ ഇവിടെ വർക്ക് ഷീറ്റ് ഉണ്ട്. ഓൺ പേജ് 14 ചൂസ് വേർഡ്സ് ഫ്രം ദ ബോക്സ് To complete these sentences, use each word only once.
അപ്പോൾ അവിടെ hard, joyfully, warmly, carefully, safely, annually, yesterday, slowly. Adverbs are given, you have to fill it up. Nikhil ate the ladoos joyfully. കണ്ടോ? Nikhil warmly invited his cousin Dilip to visit him in Chennai. The group nesting of turtles known as Aribada takes place twice annually. Nikhil went for his turtle walk yesterday. First turtle walk yesterday. The children worked hard to protect the turtles. The children guarded the eggs carefully. At first, the hatchlings walked slowly. The hatchlings got to the sea safely. So I'll send the pic of this children. That time you all can, and here you can see one picture. Now look at the picture and you have to fill up the adverb. An adverb is given in the box also. Grandma is sitting quietly and knitting a sweater. The girls are playing merrily on the seesaw. Mother is passing the teacup to father nearby. Raja is carefully throwing rubbish into the litter bin. ഇനി വേണമെങ്കിൽ mother is passing the teacup to father carefully. അല്ലെങ്കിൽ രാജ is slowly. അത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞാൻ എഴുതിയ രാജ is carefully throwing rubbish into the litter bin. Grandpa is walking slowly round the park. It is a bright day today. So that's what. Now next, listen and speak. Now on page 41. On page 41, there is a paragraph given. So, dear Dilip, one paragraph given. You have to look at the paragraph and fill in the blanks. Where and when do the walks takes place? അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻ ചെന്നൈ ഡ്യൂറിങ് ദ നെസ്റ്റിംഗ് സീസൺ. കേട്ടോ, ഇവിടെ ആൻസർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഡു ദ വർക്കേഴ്സ് ഡു? പെട്രോൾ ദ ബീച്ചസ്. കണ്ടോ, രണ്ട് തരത്തിലുള്ള പെട്രോൾ ഉണ്ട്. പെട്രോൾ PET, ഇത് പെട്രോളാണ്, നമ്മൾ വണ്ടിയിലൊക്കെ നിറയ്ക്കുന്ന പെട്രോളാണ്. ഇതെന്ന് പറഞ്ഞാൽ പെട്രോൾ മീൻസ് നിങ്ങൾ കണ്ടില്ലേ പോലീസുകാരിങ്ങനെ പെട്രോൾ ചെയ്യുന്നത്, മൂവബിൾ, ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്ന, വല്ല ആക്സിഡൻറ്റ് നടക്കുന്നുണ്ടോ, വല്ല എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന, അങ്ങനെയൊക്കെ, അതാണ് പെട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്ത് നടക്കുക. പെട്രോൾ ദ ബീച്ചസ്, എപ്പോഴും ബീച്ചിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോലീസുകാർ അങ്ങനെ പോകുന്ന കാണാം. പെട്രോൾ ദ ബീച്ചസ്, മൂവ് ദ എഗ്സ് ടു എ സേഫ് പ്ലേസ്. നൗ നെക്സ്റ്റ് വൺ, where do the workers put the eggs? അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് in hollows. കണ്ടോ, in hollows on the beach. Now why do they do this? To keep the turtles, eggs and babies safe from curious people and hungry animals and birds. അതാണ് അവിടുത്തെ എക്സസൈസ്. And next, children work in groups of 4 and discuss the following. കണ്ടോ, how do you think Dilip felt when he read Nikhil's letter? അപ്പം നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്തിട്ട് നിങ്ങളത് വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയായിരിക്കും ദിലീപിന് തോന്നിയത് when he got Nikhil's letter? Happy, isn't it? It's very happy, no, to join Nikhil in that project work, isn't it? How did you feel when you read about the turtles? നിങ്ങൾക്ക് എന്ത് തോന്നി? We felt very sad, isn't it? Threatening, the overfishing, then got caught in the fishing net, പിന്നെ by eating this waste, അതായത് കടലില്ലാത്ത വേസ്റ്റ് ഒക്കെ, പ്ലാസ്റ്റിക് ഒക്കെ തിന്നിട്ട് ചത്തുപോകുന്നത്. Then what is a threat? That's what, isn't it? All the pollution, then what, overfishing, fishing net. ഇത് മൂന്നാണ് ഏറ്റവും ത്രെറ്റ്. ത്രെറ്റ് മീൻസ് ഭീഷണി to the turtles, isn't it? So when you read all that, you felt very sad for the turtles, isn't it? Now turtles is a part of the food chain. കണ്ടോ, turtles ആകെപ്പാട് നമ്മളെ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഫിഷ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഫുഡ് ചെയിൻ. അപ്പോൾ നമുക്ക് എല്ലാം ആവശ്യമാണ്. Now would you like to go on a turtle walk?
ടേർട്ടിൽ വാക്ക് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, ഇങ്ങനെ ബീച്ചിൽ കൂടെ പോവുക, മുട്ടകൾ കണ്ടാൽ അതൊക്കെ സേഫ് പ്ലേസിലേക്ക് മാറ്റി വെക്കുക, അതൊക്കെ നമ്മൾ ചെയ്യുക. അതാണ് ടേർട്ടിൽ വാക്ക് എന്ന് പറയുന്നത്. Now what do you think Dilip wrote in his reply to Nikhil? എന്തായിരിക്കും ദിലീപ് എഴുതിയിട്ടുണ്ടാവുക ആ മറുപടി? I'm very happy to join you in your project, isn't it? I'm very happy to join, so I'll let me find time to come over there and join you. അല്ലേ, അതായിരിക്കും ദിലീപ് എഴുതിയിട്ടുണ്ടാവുക. So that much, and then think and write there, children. One rhinoceros there. Now according to that you have to fill up. The points are given here. So അപ്പോൾ ഇത് നോക്കിയിട്ട്, so that also I'll arrange accordingly 1 2 3 4 5 and I'll send the pic to you all children and you all can copy down. Okay children, thank you.